പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ആരോപണം ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്ന പരാമർശത്തിൽ പി.വി. അൻവറിന് വക്കീൽ നോട്ടീസ്. ഇത് 4ാം തവണയാണ് പി.വി. അൻവറിനെതിരെ പി ശശി വക്കീൽ നോട്ടീസ് അയക്കുന്നത്. പി.വി. അൻവറിനെതിരെ CPIM വിമർശനം തുടരുമ്പോഴും അൻവറിനെ കൂടെ കൂട്ടുന്നതിൽ തിടുക്കത്തിൽ തീരുമാനം വേണ്ട എന്ന നിലപാടിലാണ് UDF. മുഖ്യമന്ത്രിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും കടന്നാക്രമിച്ചായിരുന്നു അൻവറിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനം. പിന്നാലെ അൻവറിനെതിരെ പി ശശി 4ാമത്തെ വക്കീൽ നോട്ടീസ് അയച്ചു. പി.വി. അൻവറിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും പിൻവലിക്കണമെന്നുമാണ് ആവശ്യം. പി ശശിയുടെ പരാതിയിൽ 3 കേസുകൾ നിലവിൽ അൻവറിനെതിരെ കണ്ണൂരിലെ കോടതികളിലുണ്ട്. UDF പ്രവേശനത്തിനായി പി.വി. അൻവർ മാപ്പപേക്ഷ തയ്യാറാക്കി നിൽക്കുകയാണെന്ന് CPIM. അദ്ദേഹം എങ്ങനെയാണ് UDFിലേക്ക് കയറുക എന്നുള്ള കാര്യം സംബന്ധിച്ച് മാപ്പപേക്ഷ കൊടുത്ത് നിൽക്കുകയാണ്. കോൺഗ്രസ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ആ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ ആ ബാധ്യത കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതാണ്. കോൺഗ്രസിന് വേണ്ടി ഉണ്ടാക്കിയ ബാധ്യതയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFിനൊപ്പമെന്ന നിലപാട് പ്രഖ്യാപിച്ച പി.വി. അൻവറിന് പിന്തുണയുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അൻവർ ശുപാർശ നൽകുന്നതിൽ തെറ്റില്ലെന്ന് രമേശ് ചെന്നിത്തല. സജഷൻസ് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല. അൻവർ ഒരു സജഷൻ വെച്ചു, വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹം മറ്റൊരു സജഷൻ കൂടെ വെച്ചു. അതിനൊന്നും അപാകതയൊന്നുമില്ല. ഏതായാലും UDFിനെ പിന്തുണയ്ക്കാനുള്ള അൻവറിന്റെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നല്ല കാര്യമാണ്. തൽക്കാലം അൻവറിനെ തള്ളുകയും കൊള്ളുകയും വേണ്ടെന്നാണ് UDF നിലപാട്. അൻവറിനോട് വെറുപ്പും മതിപ്പുമില്ലെന്ന KPCC അധ്യക്ഷൻ K. സുധാകരൻ. അൻവറിനെതിരൊന്നുമല്ല ഞങ്ങൾ, അൻവറിന് അനുകൂലമല്ല ഞങ്ങൾ. കാരണം അനുകൂലമാകുന്ന ഒരു നിലപാടത്തിലല്ല അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് വെറുപ്പുമില്ല, അദ്ദേഹത്തോട് നമുക്ക് മതിപ്പുമില്ല. UDF യോഗത്തിലും KPCCയുടെ യോഗങ്ങളിലും അൻവർ വിഷയം ചർച്ച ചെയ്യും. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം പിന്തുണ സ്വീകരിക്കുന്നതിൽ UDF നിലപാടെടുക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.